അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഈ ഓണത്തിന് തൃശൂരിനെ കുളിരണിയിക്കാൻ ഇതാ വരികയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വാട്ടർഫോൾസ്. DJ അമ്യൂസ്മെന്റ്സ് ഒരുക്കുന്ന ഈ ദൃശ്യവിരുന്നിൽ ആവേശമണപൊട്ടുന്ന കിടിലൻ റൈഡുകളും ഷോപ്പിംഗിനായി ആകർഷകമായ സ്റ്റാളുകളും നാവിലൂറും വിഭവങ്ങളുമായി വിശാലമായ ഫുഡ് കോർട്ടും നിങ്ങൾക്കായി ഒരുക്കുന്നു. തവണത്തെ ഓണം നമുക്കൊരുമിച്ച് DJ അമ്യൂസ്മെന്റ്സിനൊപ്പം ആഘോഷമാക്കാം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച. JEE നീറ്റ് പരീക്ഷാ രീതിയിൽ മാറ്റത്തിന് നിർദ്ദേശം. സ്കൂൾ സിലബസും നീറ്റ് JEE പ്രവേശന പരീക്ഷകളുടെ സിലബസും തമ്മിൽ പൊരുത്തമില്ലെന്ന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി റിപ്പോർട്ട് നൽകി. സ്കൂൾ പഠനത്തിനൊപ്പം പ്രവേശന പരീക്ഷയ്ക്ക് അതികഠിനമായ പരിശീലനം വേണ്ടിവരുന്നു. പ്രവേശന പരീക്ഷകളുടെ രീതിയിൽ മാറ്റം വേണമെന്ന് സമിതി നിർദ്ദേശിച്ചു. 12ാം ക്ലാസ് പരീക്ഷയുടെ മാർക്കിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട്. നേപ്പാൾ പ്രളയത്തിൽ മരണസംഖ്യ 389 മരിച്ച ഇന്ത്യക്കാരുടെ വിവരം ലഭിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ. കാണാതായ 1500 പേരിൽ 34 മലയാളികൾ ഉൾപ്പെടെ 288 പേർ ഇന്ത്യക്കാരാണ്. ആയിരക്കണക്കിന് ജനങ്ങളെക്കുറിച്ച് വിവരമില്ലെന്ന് ദുരന്ത മേഖല സന്ദർശിച്ച പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ. പല ഗ്രാമങ്ങളും ചെളിക്കണ്ടമായി മാറി. ഗതാഗത വാർത്താവിനിമയ സംവിധാനമടക്കം അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലാതായി. നേപ്പാളിലെ കവിഞ്ഞൊഴുകുന്ന നാരായണി നദിയുടെ തുടർച്ചയായ ബീഹാറിലെ ഗണ്ഡക് നദിയിൽ നിന്ന് ഏതാനും മൃതദേഹങ്ങളും കണ്ടെത്തി. നേപ്പാളിലെ ദുരിത മേഖലയിൽ നിന്ന് 53 മലയാളികൾ നോർക്കയുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെട്ടതായി നോർക്ക CEO അറിയിച്ചു. മലയാളികൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ്, എവിടെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. നേപ്പാളിലേക്ക് പോയവരുടെ കണക്ക് ട്രാവൽ ഏജൻസികളുടെ സഹകരണത്തോടെ ശേഖരിക്കുന്നുണ്ട്. വിസ ആവശ്യമില്ലാത്ത നേപ്പാളിലേക്ക് സ്വന്തമായി പോയ സംഘങ്ങളുമുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന പലരുടെയും ബന്ധുക്കളും ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. സർക്കാർ ഓഫീസുകൾക്കും ബാങ്കുകൾക്കും അവധി. ചെമ്പഴന്തി, ശിവഗിരി അടക്കം സംസ്ഥാനത്തുടനീളം ജയന്തി സമ്മേളനങ്ങളും ഘോഷയാത്രയും നടക്കും. അയ്യങ്കാളി ജയന്തിയും ഇന്നാണ്. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ 6 മാസത്തിനകം 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി സേവനം ലഭ്യമാക്കാനുള്ള നീക്കം പ്രായോഗികമല്ലെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA. ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കാതെ ഉദ്യോഗസ്ഥ പുനർവിന്യാസത്തിലൂടെ പദ്ധതി നടപ്പാക്കാനാവില്ല. സർക്കാർ ആശുപത്രികളിൽ 800ഓളം ഡോക്ടർമാരുടെ ഒഴിവുകളുണ്ട്. ഇതിനു പുറമെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെയും നിയമിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ജോൺ മേനോൻ എന്ന പേരിൽ ജീവനോടെയുണ്ടെന്ന അഭ്യൂഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള പോലീസ് ഇന്റർപോളിന് കത്ത് നൽകും. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിൽ 42 വർഷം നീണ്ട അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകാനിരിക്കെയാണ് പുതിയ വിവാദങ്ങൾ ഉയർന്നത്. ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിന് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൌക്കത്താണ് മരിച്ചത്. ഏജന്റിനെ ഒഴിവാക്കി 10 മാസമായി കൊണ്ടോട്ടി സബ് RT ഓഫീസിൽ കയറിയിറങ്ങി. ഫിറ്റ്നസ് തരാതെ പലതവണ തിരിച്ചയച്ച മോട്ടോർ വാഹന വകുപ്പാണ് തന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഗതാഗത വകുപ്പ് സെക്രട്ടറി TV അനുപമയെ സർക്കാർ നിയോഗിച്ചു. രൂപമാറ്റങ്ങൾ മൂലമാണ് ഫിറ്റ്നസ് നൽകാതിരുന്നതെന്നാണ് ഗതാഗത കമ്മീഷണറുടെ റിപ്പോർട്ട്. കൂത്താട്ടുകുളം കാക്കൂരിൽ വിവാഹ സംഘവുമായി പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 35 പേർക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരമാണ്. മുന്നിലെ ഇരുചക്ര വാഹന യാത്രക്കാരൻ വലതുവശത്തെ പെട്രോൾ പമ്പിലേക്ക് കയറാൻ പെട്ടെന്ന് ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. ഇരുചക്ര വാഹന യാത്രക്കാരനെ ഇടിക്കാതിരിക്കാൻ ബസ് വെട്ടിച്ചതോടെ പെട്രോൾ പമ്പിന്റെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. MBBSന് 4.5 വർഷത്തെ ഫീസ് മാത്രമേ വാങ്ങാവൂ എന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. അപ്പീൽ വൈകുന്നത് മാനേജ്മെന്റുകളെ സഹായിക്കാനെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 1 മീറ്ററിലേറെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകും. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് 4 മെത്രാപ്പൊലീത്തമാരെ തെരഞ്ഞെടുത്തു.
ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് നിയുക്ത മെത്രാപ്പൊലീത്തമാർ. അസോസിയേഷൻ പ്രസിഡന്റായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയാണ് പേരുകൾ പ്രഖ്യാപിച്ചത്. സീറോ മലബാർ സഭയുടെ കോട്ടയം അതിരൂപതയുടെ സഹായ മെത്രാനായി വികാരി ജനറലായ ഫാദർ തോമസ് ആനിമൂട്ടിലിനെ നിയമിച്ചു. സിനഡിന്റെ തീരുമാനത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചതോടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് പ്രഖ്യാപനം നടത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സിജെപി വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ കേരളത്തിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരത്ത് 10 കേസുകളുണ്ട്. കൊച്ചി സിറ്റിയിൽ 100 പേരെ പ്രതികളാക്കിയ കേസുമുണ്ട്. കോഴിക്കോട് മാടക്കര മുസ്ലിം പള്ളിയിൽ പോലീസ് കയറിയ സംഭവത്തിൽ ചോമ്പാല SHO ഷെമീൽ ഉൾപ്പെടെ 5 പോലീസുകാർക്ക് സ്ഥലം മാറ്റം. പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് മുസ്ലിം ലീഗും KK രമ MLAയും ആവശ്യപ്പെട്ടിരുന്നു. തിരുവനന്തപുരം MC റോഡിൽ വട്ടപ്പാറ കണക്കോടിൽ KSRTC ബസും പെട്രോൾ ലോറിയും കൂട്ടിയിടിച്ച് 26 പേർക്ക് പരിക്ക്. തമ്പാനൂരിൽ നിന്ന് കിളിമാനൂരിലേക്ക് പോകുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഭാരത് പെട്രോളിയത്തിന്റെ ടാങ്കർ ലോറിയുമാണ് രാത്രി 11ഓടെ കൂട്ടിയിടിച്ചത്. ശബരിമല അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ പരിഹസിച്ച് പ്രസംഗിച്ച സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ സണ്ണി M കബിക്കാടിനെതിരെ കേസ്. തിരുവാഭരണ പാദ സംരക്ഷണ സമിതി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് കേസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഇടപെട്ട് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പന്തളം കൊട്ടാരവും ശബരിമല കർമ്മസമിതിയും ആവശ്യപ്പെട്ടു. ഓണക്കാലത്ത് ഉത്രാടം വരെയുള്ള 8 ദിവസത്തിനിടെ 771.29 കോടി രൂപയുടെ മദ്യം വിറ്റ് വെബ്കോയും കൺസ്യൂമർ ഫെഡും. കഴിഞ്ഞ വർഷം ഇതേ 8 ദിവസങ്ങളിൽ 694.96 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. ഉത്രാട ദിനത്തിൽ മാത്രം സംസ്ഥാനത്ത് 126.31 കോടി രൂപയുടെ മദ്യം വിറ്റു. സപ്ലൈകോയുടെ ഓണക്കാലത്തെ 35 ദിവസത്തെ വിറ്റുവരവ് 433.81 കോടി രൂപ. കഴിഞ്ഞ വർഷം 385 കോടി രൂപയായിരുന്നു. 48 കോടിയുടെ വർധന. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 27 കേസുകളിലായി 30 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9733 ആയി ഉയർന്നു. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി പൂട്ടാൻ ധാരണ. കമ്പനികളുടെ ഉടമകളിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായും കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടുവെന്നും സമരസമിതി അറിയിച്ചു. മാർച്ച് 31-നകം പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് ധാരണ. കേസുകൾ പിൻവലിക്കാനും ധാരണയായിട്ടുണ്ട്. പ്രമുഖ എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ DKD മുഴപ്പിലങ്ങാട് കണ്ണൂരിൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഇടുക്കി പൂപ്പാറയിലെ തലക്കുളം എസ്റ്റേറ്റിൽ കാട്ടാനാക്രമണത്തിൽ തോട്ടം തൊഴിലാളി മരിച്ചു. തമിഴ്നാട് ബോഡി നായ്ക്കന്നൂർ സ്വദേശി ഒച്ചത്തേവറാണ് മരിച്ചത്. ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഷാർജയിൽ താമസ സ്ഥലത്തെ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് വീണ് 7 വയസ്സുകാരിയായ മലയാളി പെൺകുട്ടി മരിച്ചു. മുബാറക് അലിയുടെയും മുർഷിദയുടെയും ഏകമകൾ സഫ മുബാറക്കാണ് മരിച്ചത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. BJP മുൻ MPയും മാധ്യമ പ്രമുഖനും സി ഗ്രൂപ്പ് സ്ഥാപകനുമായ സുഭാഷ് ചന്ദ്ര വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ തിരിച്ചടയ്ക്കാനുള്ള 22,000 കോടി രൂപയുടെ കടബാധ്യത നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ 6.5 കോടി രൂപ മാത്രമാക്കി ഇളവ് നൽകി. IBC നിയമപ്രകാരമാണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. അതേസമയം നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ വിവാദ ഉത്തരവിനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. വൻകിടക്കാർക്ക് കൊള്ളയടിക്കാൻ ട്രൈബ്യൂണൽ കൂട്ടുനിൽക്കുന്നുവെന്ന് വിമർശിച്ച രാഹുൽ നേതാക്കന്മാരുടെയും കമ്പനികളുടെയും കൊള്ളസംഘം എന്നാണ് ട്രൈബ്യൂണലിനെ വിശേഷിപ്പിച്ചത്. ജാതി സംവരണം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചവരുടെ നേതാക്കളുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ചർച്ച നടത്തി. സമരക്കാരുടെ പ്രതിനിധികളായ ഹർഷ ദുബെ, റാം ബഹാദൂർ സിംഗ് ചൌഹാൻ, മൃത്യുഞ്ജയ് പഥക് എന്നിവരുമായാണ് ചർച്ച നടത്തിയത്. ചർച്ച തുടരുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സാമ്പത്തിക സംവരണം വേണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പരിശീലന വിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ കൊല്ലപ്പെട്ടു.
ട്രെയിനി പൈലറ്റും ഇൻസ്ട്രക്ടർ പൈലറ്റുമാണ് കൊല്ലപ്പെട്ടത്. ഗംഗാ നദിയോട് ചേർന്ന നാത്ത്പൂർവ ഗ്രാമത്തിലെ കൃഷിയിടത്തിലാണ് ഇരട്ട എഞ്ചിൻ വിമാനം തകർന്നു വീണത്. ഉത്തർപ്രദേശിൽ ഹരിയാൻവി ഗായകനും യൂട്യൂബറുമായ അങ്കിത് ബാലിയാൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഷാംലി ജില്ലയിലാണ് സംഭവം. ജിമ്മിന് പുറത്തുവച്ചാണ് ആക്രമണം ഉണ്ടായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അങ്കിത് ബാലിയൻ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ വാണിജ്യ ആഴക്കടൽ മത്സ്യബന്ധന മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഡിജിറ്റൽ ലെറ്റർ ഓഫ് ഓതറൈസേഷനും തീരുവകളില്ലാത്ത മത്സ്യബന്ധനവും അവതരിപ്പിച്ചതിലൂടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിച്ച് നീല സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ വീണ്ടും അജ്ഞാത ആക്രമണം. ഒമാനിലെ ഖസബ് തീരത്തെ കപ്പലിൽ അജ്ഞാത പ്രൊജക്ടൈൽ പതിച്ചതുമൂലം കപ്പലിന് തീപിടിച്ചു. തീ അണച്ചെന്നും ജീവനക്കാർ സുരക്ഷിതരാണെന്നുമാണ് റിപ്പോർട്ട്. സൌദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച തന്ത്രപ്രധാന സുരക്ഷാ സഖ്യമായ മക്ക കരാറിൽ ചേരാൻ ബംഗ്ലാദേശ് ആലോചിക്കുന്നു. ജിദ്ദയിൽ നടന്ന OIC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനിടെ ബംഗ്ലാദേശ് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീറും സൌദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും തമ്മിൽ ഇത് സംബന്ധിച്ച ചർച്ച നടത്തി. അമേരിക്കയുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ധാരണ തുടരാമെന്ന് ഇറാൻ. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ജാസിം അൽത്താനിയുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടത്തിയ ചർച്ചയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. അടുത്ത വർഷം സൌദി അറേബ്യയിൽ തദ്ദേശീയമായി വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് ബയോമെഡിക്കൽ ഇൻഡസ്ട്രീസ് ചെയർമാൻ ഡോക്ടർ ഖാലിദ് അൽ മൂസ അറിയിച്ചു. റിയാദിന് സമീപമുള്ള സുദൈർ ഇൻഡസ്ട്രി ആൻഡ് ബിസിനസ് സിറ്റിയിൽ 42,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഫാക്ടറിയുടെ നിർമ്മാണം 80% പൂർത്തിയായി. പ്രശസ്ത ഹോളിവുഡ് നടൻ ടിം കറി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ദ റോക്കി ഹൊറർ പിക്ചർ ഷോയിലെ ഡോക്ടർ ഫ്രാങ്കൻ ഫർട്ടർ ആയിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം. മഴയെ തുടർന്ന് 7 ഓവർ വീതമാക്കി ചുരുക്കിയ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ 74 റൺസിന്റെ വിജയവുമായി ആലപ്പി റിപ്പിൾസ്. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസാണ് അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊച്ചിക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 51 റൺസാണ് നേടാനായത്. ആലപ്പുഴയുടെ സിബിൻ ഗിരീഷാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ സമനില പൊരുതി നേടി ശ്രീലങ്ക. 2 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ 1-0 സ്വന്തമാക്കി. ഫോളോ ഓൺ വഴങ്ങി വീണ്ടും ബാറ്റിംഗിനെത്തിയ ശ്രീലങ്ക ഇന്ത്യൻ ബൌളർമാരെ വെള്ളം കുടിപ്പിച്ചു. രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസാണ് ശ്രീലങ്ക നേടിയത്. 264 പന്തിൽ 133 റൺസുമായി പുറത്താവാതെ നിന്ന സോണൽ ദിനുഷയാണ് ആതിഥേയർക്ക് വിജയതുല്യമായ സമനില സമ്മാനിച്ചത്. ആദ്യ ഇന്നിംഗ്സിലും ദിനുഷ സെഞ്ചുറി നേടിയിരുന്നു. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് 5ാം സ്ഥാനം. പ്ലേ ഓഫ് പോരാട്ടത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് കീഴടക്കിയാണ് ഇന്ത്യ 5ാം സ്ഥാനം ഉറപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിലെ സൂപ്പർ ടീമായ കബോ വെർദെ ഇന്ത്യയിൽ കളിക്കാനെത്തില്ല. എന്നാൽ ബ്രസീലിന് പിറകെ മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയ്ക്കെതിരെ കൊൽക്കത്തയിൽ ഇന്ത്യ കളിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ആഫ്രിക്കൻ ടീമായ കബോ വെർദെയുമായി ഇന്ത്യ കളിച്ചേക്കുമെന്ന വാർത്തയുണ്ടായിരുന്നു. ബ്രസീലുമായി അന്താരാഷ്ട്ര സൌഹൃദ മത്സരത്തിന് തയ്യാറെടുക്കുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കബോ വെർദെയുമായി ഇനിയും ധാരണയിലെത്തിയിട്ടില്ല. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.